ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലേ. വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ദിവസമാണ്. നിങ്ങൾ എത്ര ദ്വാ ചെയ്താലും ഈ 11 സ്വഭാവത്തിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ ദ്വാ അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങളെത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ല. പിശാച് നിങ്ങളെ അങ്ങ് വരിഞ്ഞു മുറുക്കും. നിങ്ങൾക്ക് സമാധാനം എന്നത് ആസ്വദിക്കാൻ പോലും പറ്റൂല. അത്ര ഗൗരവമുള്ള വിഷയം നമ്മളിൽ പല ആളുകൾക്കുണ്ട്. ഈ 11 ഒരെണ്ണമെങ്കിലും നമ്മുടെ ജീവിതമാകെ തകർന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ചെറിയ ദ്വാ കൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ ദ്വാൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു വല്ലാത്ത ദിക്റാണ്. ഇത് പതിവാക്കിയാൽ നിങ്ങൾ പെട്ടെന്ന് മരിക്കില്ല. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസമാണല്ലേ. അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. സ്വലാത്തിൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ നമ്മളെ നേരിട്ട് കാണുന്ന നിമിഷം അല്ലേ. അപ്പോൾ അൽകഹഫ് ഓതണം, സ്വലാത്ത് ധാരാളം ചൊല്ലണം, സ്വതക്ക ചെയ്യണം. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സ്വതക്കക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് അതൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ പ്രത്യേകം അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം. കൂടാതെ നിരന്തരം ദുആ. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയുന്നുണ്ട്. നബിയെ, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ ഹിഫ്ള് കുറയുന്നു. എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി ഇങ്ങനെ പഠിച്ചു വെക്കുന്നത്, മനഃപ്പാടമാക്കുന്നത് മനസ്സിലിരിക്കാത്തൊരവസ്ഥ ഉണ്ട് നബിയെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദുആ ചെയ്തു അലിയെ. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ എന്ത് ദുആയും നമുക്കിന്ന് ചെയ്യാം അല്ലേ. ഒരുപാട് നമ്മുടെ ദുനിയാവും ആഖിറവും കിട്ടുന്ന ദുആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നില്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലെ നന്മയും ആഖിറത്തിലെ നന്മയും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ചോദിക്കുന്ന ദുആയാണ്. ഇതൊക്കെ നമുക്ക് വെള്ളിയാഴ്ച ചെയ്യാം. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ഇന്നല്ലാഹ യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീൻ. ഈ വെള്ളിയാഴ്ച ദിവസം ദ്വാരക്കുന്ന എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും, മുഴുവൻ മുസ്ലിങ്ങൾക്കും പുറത്തു കൊടുക്കും അല്ലേ. പക്ഷേ 11 ആളുകൾക്ക് അങ്ങനെ കിട്ടൂല എന്നാണ്. 11 ആളുകൾക്ക് അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടൂല. അവർ എത്ര തലകുത്തി മറിഞ്ഞാലും കിട്ടൂല. ചിലതൊക്കെ തൗബ കൊണ്ട് കിട്ടും, ചിലത് നേരിട്ടുള്ള തൗബ കൊണ്ടും കിട്ടൂല. ചില ആളുകളോട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 11 സംഗതി നിങ്ങളുടെ ലൈഫിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടായാൽ മതി. നിങ്ങൾ എത്ര തല കുത്തി മറിഞ്ഞ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ അമൽ അള്ളാഹ്ക്ക് വേണ്ട. നിങ്ങളെ പിശാച് വരിഞ്ഞു മുറുക്കുന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതാണ് ഒന്നാമത്തേത്? ഒന്നാമത്തെ ആൾ ഷാരിബുൽ ഖംർ, കള്ളുകുടിയനാണ്. കള്ളുകുടിയനെന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ കള്ള് പെണ്ണും കുടിക്കുന്നുണ്ട് എന്നാണ് അല്ലേ. കള്ളു കുടിക്കുന്ന ഒരാൾ കുടുംബത്തിലുണ്ടോ സമാധാനം ഉണ്ടാവില്ല. അവിടെ അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല. അത് ലഹരിയുള്ള എന്ത് വസ്തു ഉപയോഗിക്കുന്നവരാണെങ്കിലും വളരെയധികം ഡേഞ്ചറാണ്. ഇന്നിപ്പോൾ കള്ളുകൂടിയൊക്കെ ജനറലൈസ് ചെയ്യപ്പെട്ടു അല്ലേ. കള്ളല്ലേ, MDMA ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നൊരു സംഗതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ഗൗരവമാണ്. ആ വിഷയം സൂക്ഷിക്കുക. രണ്ടാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആഖുൽ വാലിദൈൻ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാണോ നിങ്ങൾ? അനിയനെ കൊണ്ട് കെട്ടിച്ചെന്തിനാ? ഉമ്മാനെ നോക്കാനാണ്. അവൾ നോക്കട്ടെ, ഞാനില്ല, ഞാൻ നോക്കൂല, എനിക്കിത് കെട്ടു, എൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന മക്കളെ, അപകടമാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, അമ്മായിയമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം മരുമകൾക്കല്ല. അത് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. മരുമകൾക്കല്ല അമ്മായിയമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കാണ്. പെൺമക്കൾ എന്നല്ല, ആണിന് ഉത്തരവാദിത്വമുണ്ട്, പെണ്ണിന് ഉത്തരവാദിത്വമുണ്ട്.
മരുമോൾ ആരെ നോക്കണം? അവൾ അവളുടെ ഉമ്മാനെ നോക്കണം. അതിനർത്ഥം അമ്മായിയമ്മേനെ നോക്കണ്ടെന്നല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ചില ആൾക്കാർ ഇത് കേട്ടപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ അമ്മായിയമ്മേനെ നോക്കൂല. അല്ലടോ, അമ്മായിയമ്മ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ല. നീ ഭർത്താവിനെ വിവാഹം കഴിക്കുന്നതോടൊപ്പം കൂടെ ഭർത്താവിൻ്റെ ഉമ്മ നിൻ്റെ ഉമ്മയായി, നിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മയായി അല്ലേ? അങ്ങനെ രണ്ടുപേരെയും പരിഗണിക്കുന്ന, ഒരുപോലെ ഉമ്മയായി കണ്ട് പരിഗണിക്കുന്നൊരവസ്ഥ നിനക്കുണ്ടാകണം. പക്ഷേ നിന്നേക്കാൾ ബാധ്യത ഉമ്മയോട് സ്വന്തം മക്കൾക്കാണ്. സ്വന്തം മക്കൾ തിരിഞ്ഞു നോക്കൂല, എന്നിട്ട് മരുമോളെ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. ആക്കുൽ വാലിദൈൻ, അവരുടെ നിസ്കാരമുള്ള സ്വീകരിക്കൂല. വേദനിപ്പിക്കരുത്, അവർക്ക് ചിലവിന് കൊടുക്കണം, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം, എല്ലാത്തിലുപരി സമാധാനം കൊടുക്കണം. ചീത്തയും തെറിയൊക്കെ വിളിച്ചുകൊണ്ട് 4 പേരും തിന്നാൻ തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. നിന്നെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഉമ്മ വളർത്തിയത്. ഇല്ലാണ്ടായാൽ, അവരില്ലാത്തൊരവസ്ഥ വരുമ്പോഴത് പഠിക്കുള്ളൂ. അന്ന് ആരും ഉണ്ടാവില്ല ദ്വാരക്കാൻ. ഇന്ന് നീ എന്തെല്ലാം ആയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ ഉമ്മാടെ ദുആ, വാപ്പാടെ ദുആ. ആ ദുആ നിലയ്ക്കുന്ന ദിവസം നീ അറിയും. നിനക്ക് പ്രതിസന്ധികൾ നിൻ്റെ നേരെ ഇങ്ങനെ ഓടി വരും. പടച്ചോൻ, ഇത്ര നാൾ ഈ പ്രതിസന്ധികളൊക്കെ എവിടെയായിരുന്നു? അതെൻ്റെ ഉമ്മാൻ്റെ ദുആ കൊണ്ട് അള്ളാഹ് തടഞ്ഞു നിർത്തിയതാടോ. ആ ഉമ്മ ഇല്ലാണ്ടായാൽ ഈ പ്രതിസന്ധികൾ തടയാൻ നിനക്ക് വേണ്ടി ദ്വാരക്കാൻ ആരുണ്ടാവുക ലോകത്ത്? നിരന്തരം പടച്ചോൻ എൻ്റെ മോനെ കാക്കണേ, എൻ്റെ മോനെ കാക്കണേ, എൻ്റെ മോനെ കാക്കണേ എന്ന് ദ്വാരക്കുന്നൊരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ആരും ഉമ്മ ഇല്ലാണ്ട്. ഉമ്മ പോയാൽ തീർന്നു മക്കളെ. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത് കേട്ടോ. അതുപോലെ ഉമ്മമാരും പാപ്പമാരൊക്കെ ശ്രദ്ധിക്കണം. മക്കൾക്ക് നേരെ മോശമായൊരു ദുആ മക്കൾക്കെതിരെ ഉണ്ടാകാൻ പാടില്ല. നീ ഒന്നും ഗുണം പിടിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോവും. നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയല്ലേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ രണ്ടാമത്തേത് അക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരുത്തനാണ് നീയെങ്കിൽ നിൻ്റെ ദുആ, നീ എത്ര കരഞ്ഞാലും എത്ര പൊട്ടിക്കരഞ്ഞാലും അള്ളാഹ് നിൻ്റെ ദുആ വലിച്ചെറിയും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. മൂന്നാമത്തേത് ഖാത്തിഉർ റഹീം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ. അതിലിപ്പോൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഗതിയാണ് ഭാര്യ ഭർത്തൃബന്ധം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബറാത്ത് രാവിന് കെട്ടിയോനും കെട്ടിയോളും പിണക്കുമായിരിക്കും, 25 രാവിന് കെട്ടിയോനും കെട്ടിയോളും പിണക്കായിരിക്കും. അത് നമ്മൾ ഈ പരിശുദ്ധമായ രാവ്, വെള്ളിയാഴ്ച രാവിലെ പിണക്കായിരിക്കും. എന്താണ് ഇങ്ങനെ ഈ മഹത്വമുള്ള ദിവസങ്ങളിലൊക്കെ പിണങ്ങുന്നത്? എടോ, അന്നത്തെ ദിവസം ദുആന് ഉത്തരമുണ്ട്. അന്നെങ്ങാനും നിങ്ങൾ ദുആയിരുന്ന പടച്ചോൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശൈത്താൻ നല്ല കളി കളിക്കും. നമ്മളാണെങ്കിൽ ആ ചൂണ്ടയിൽ പോയി കുളത്തുകയും ചെയ്യും. കറക്റ്റ് ബറാത്ത് രാവിന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ബറാത്ത് രാവിന് പിണങ്ങാറില്ലേ വീട്ടിൽ കെട്ടിയോനും കെട്ടിയോളും? പിണങ്ങരുത് 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 എന്ന് കരുതുന്ന ദിവസമല്ലേ നല്ല അടി ഉണ്ടാകാറ്, നല്ല പിണക്കുണ്ടാകാറ്. പിണങ്ങിയിട്ട് നിങ്ങൾ ദ്വാരുന്നാൽ അള്ളാഹ് ദ്വാ സ്വീകരിക്കൂല മക്കളെ. നിങ്ങൾ ചിലപ്പോൾ ബറാത്തിൻ്റെ ദിക്കറൊക്കെ ചെല്ലുണ്ടാവും, പക്ഷേ ഭാര്യയും ഭർത്താവും മിണ്ടുന്നില്ല, ദേഷ്യത്തിലാണ്, അള്ളാഹ് സ്വീകരിക്കൂല. വെള്ളിയാഴ്ച രാവിന് പിണക്കം, 25 രാവിന് പിണക്കം, റബീഉൽ അവ്വലിൻ്റെ രാവിന് പിണക്കം, തിങ്കളാഴ്ച രാവിന് പിണക്കം അല്ലേ? ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ശൈത്താൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് നല്ല കുടുംബ ബന്ധത്തോടാണ്. അതുകൊണ്ട് അവൻ തകർക്കാൻ പല പണിയെടുക്കും. നമ്മളാണെങ്കിൽ വീട് കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഭാര്യ ഭർത്തൃബന്ധം മാത്രമല്ല, നമ്മുടെ കുടുംബക്കാരും ആയിക്കോട്ടെ, അവരോടൊക്കെ ബന്ധം മുറിച്ചിട്ട് നീ ദ്വാരുന്നാൽ ആ ദ്വാ അല്ലാഹ് സ്വീകരിക്കൂല. നാലാമത്തേത് നെമ്മാം, ഏഷണി പരദൂഷണമൊക്കെ പറയുന്ന ആളുകൾ. ഒരാളുടെ കുറ്റം അപ്പുറം പോയി പറയാം, ഇപ്പുറം പോയി പറയാം, ഇങ്ങനെ പരത്തിക്കൊണ്ട് നടക്കുക. അയൽക്കൂട്ടത്തിൽ പോയിരുന്ന അവക്കടെ കാര്യം നീ അറിഞ്ഞാടി അല്ലേ, ആരോടും പറയണ്ടാട്ടാ. ഏത് അവിടെ ഇരിക്കണ പെണ്ണുങ്ങളോടൊക്കെ പറയുന്നുണ്ട്. വേറെ സംഗതിയുണ്ട്, എടി ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞ സംഗതിയാണ്, നിന്നോട് മാത്രം ഞാൻ പറയണ്ട, നീ ആരോടും പറയല്ലേ, രഹസ്യമാണ്, വേറെ ആരോടും പറയല്ലേ. അവൾ ഇതുപോലെ തന്നെ അപ്പുറത്തോട് എടി ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞതാടി ഇത്. ഈ സ്വഭാവം നെമ്മാം, ഇവരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. ഇപ്പോൾ വായ കൊണ്ട് പറയൽ കുറവാണ്, ഫുള്ള് ഷെയറിങ്. ആരുടെങ്കിലുമൊക്കെ കുറ്റം പറയണ വീഡിയോ കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ കുറേ മുത്തുമണികൾ വരും. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ നൂറെ ഹബീബ് ഉപ്പാപ്പാനെ കുറ്റം പറഞ്ഞില്ലേ? ആ പാപ്പ, പവറുള്ള പാപ്പ പരസ്യമായി തെറ്റ് ചെയ്യുന്നതാണ്. പരസ്യമായി തെറ്റ് ചെയ്യുന്നത് തങ്ങളായാലും മൊയ്ലിയാരായാലും പരസ്യമായി തന്നെ തിരുത്തണം, ഇല്ലെങ്കിൽ സാധാരണക്കാർ പെട്ടുപോകും. അല്ലാതെ മൂപ്പർ രഹസ്യമായി ചെയ്യുന്നൊരു തെറ്റിനെ ഞാൻ എടുത്തിങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. ഞാൻ അങ്ങനെ പറയുന്ന ആളുമല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് പരസ്യമായി ചെയ്യുന്ന തെറ്റുകളെ പരസ്യമായിട്ട് വിമർശിക്കണം. ഇതല്ല, മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ പബ്ലിക്കായി കൊണ്ടു നടക്കാം. ഇനി അഞ്ചാമത്തേത് ആരുടെയാണ്? കാഹിൻ, ജോത്സ്യൻ. ഇയാളെ ജോത്സ്യൻ്റെ അടുക്കൽ പോണവരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല കേട്ടോ. അവരുടെ നിസ്കാരവും നോമ്പ് ഒന്നും അല്ലാഹ്ക്ക് വേണ്ട. അപ്പോൾ ഈ അടുത്ത് ഒരു വാപ്പ വന്ന് സങ്കടം പറഞ്ഞു, ഉസ്താദ് എൻ്റെ മകൾ എപ്പോഴും ഒരു ജോത്സ്യൻ്റെ അടുക്കൽ, ഹൈന്ദവനായ ഒരു ജോത്സ്യൻ്റെ അടുക്കൽ ഇങ്ങനെ പോവും. അവിടെ ചെന്ന് കളം വരക്കലും അവിടെ ചെന്ന് എന്തെല്ലാമോ കാണിച്ചു കൂട്ടാണ്, കുടുംബത്തിൽ നന്മ ഉണ്ടാകാൻ. എടോ, നിൻ്റെ കുടുംബം പിശാചിൻ്റെ വിളനിലമായി മാറും, പിശാചി കയറി നിറങ്ങുന്നതായി മാറും. ബറക്കത്ത് എന്ന് പറയുന്ന സമാധാനം എന്ന് പറയുന്ന സാധനം നിനക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഡേഞ്ചർ, അത്ര വലിയ ഡേഞ്ചറിലാണ് നീ ഉള്ളത്. അത്ര പിശാചിൻ്റെ കൂട്ടിലേക്കാണ് ഈ പോണത്. അല്ലാഹു ബോധം കൊടുക്കട്ടെ. ആറാമത്തേത് സാഹിർ, കൂടോത്രക്കാരൻ അല്ലെങ്കിൽ കൂടോത്രക്കാരി. കൂടോത്രം ചെയ്യിപ്പിക്കുന്നവർ, കൂടോത്രവുമായി ബന്ധപ്പെടുന്നവർ രക്ഷപ്പെടൂല, ഈമാൻ ഉയർന്നു പോകും.
എല്ലാ സമാധാനം ഉയർന്നു പോകും. ഒരാളെ നശിക്കാൻ വേണ്ടി നമ്മൾ സിഹർ ചെയ്യുമ്പോൾ ആദ്യം നശിക്കുന്നത് നമ്മളാണ്. വമാഹും ബിദ്ദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. ഒരു കൂടോത്രവും ഫലിക്കൂല അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ. അള്ളാഹ് ഉദ്ദേശിക്കണം അത് ഫലിക്കണമെങ്കിൽ. പക്ഷേ നീ അത് ചെയ്യിപ്പിക്കുന്നുണ്ടോ, പടച്ചോൻ നിനക്ക് നേരത്തെ പണി തരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏഴാമത്തേത് പരസ്പരം ശത്രുത വെച്ച് നടക്കുന്നവർ. ദീനിൻ്റെ കാര്യത്തിലല്ല കേട്ടോ, ദീനിൻ്റെ കാര്യത്തിൽ ദേഷ്യമല്ല, ദുനിയാവിൻ്റെ വിഷയം. അയൽപക്കത്ത് ഇത്തിരി വെള്ളം അപ്പുറത്തെറിച്ചു, സ്ഥലത്തിൻ്റെ പേരിലൊക്കെ കുടുംബക്കാർ തമ്മിൽ അടിച്ചും പിടിച്ചും ഒക്കെ അല്ലേ. അങ്ങനെ ശത്രുത വെച്ച് നടക്കുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നാശമാണ്, നിസ്കാരം കൊണ്ട് നശിച്ചു പോകും. ഒരു ദുആ അല്ലാഹു സ്വീകരിക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എട്ടാമത്തേത് ആത്മഹത്യ ചെയ്യുന്നവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ആത്മഹത്യ ഭയങ്കര പ്രശ്നമല്ലേ. ചിലപ്പോൾ വാശിക്ക് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ചിലർ പറയും ഞാൻ മരിച്ചുപോയാൽ കാണാം നിൻ്റെ അവസ്ഥ എന്താണെന്ന്. എടോ, നീ മരിച്ചുപോയ നാളെ ആഖിറത്തിൽ ചെന്നിട്ടുള്ള നിൻ്റെ അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം. ദേഷ്യം വരുമ്പോൾ കത്തിയെടുത്ത് ഞരമ്പ് മുറിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഒരു ഹരം കെട്ടിയോനൊന്ന് വേദനിപ്പിക്കാൻ കരുതിയിട്ട് കെട്ടിയോനങ്ങനെ വേദനിച്ചിരിക്കും. ഒരു കൊല്ലം കഴിയുമ്പോൾ അയാൾ ചിലപ്പോൾ വേറെ കിട്ടും. ഇങ്ങനത്തെ കുടുംബമാണെങ്കിൽ നല്ല നിലക്ക് ജീവിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആത്മഹത്യം ചെയ്തിട്ട് അവിടെ പോയി അടിച്ചു പൊളിച്ചങ്ങോട്ട് ജീവിക്കാൻ മാത്രമുള്ള സംഗതികളൊക്കെ കയ്യിലുണ്ടോ? അപ്പോൾ ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ആ വേദന ഇങ്ങനെ നിരന്തരം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒമ്പതാമത്തേത് ജാനിൻ, വ്യഭിചാരിയൻ. ചെവി കൊണ്ട്, കണ്ണുകൊണ്ട്, വായ കൊണ്ട്, നോട്ടം കൊണ്ട്, ഒറിജിനൽ തന്നെയാണെങ്കിലും അങ്ങനെയും വ്യഭിചരിക്കുന്ന ആളുകളുടെ അമലുകൾ, അവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. അവരൊക്കെ തൗബ ചെയ്യാതെ സ്വീകരിക്കൂല. മറ്റൊരാളുമായി ബന്ധപ്പെട്ട കുറ്റം പറച്ചിലൊക്കെ ആണെങ്കിൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നീ എത്ര സുജൂദിൽ കിടന്നിട്ടും കാര്യമില്ല, ആ മനുഷ്യൻ്റെ പൊരുത്തം ചോദിക്കണം. അപ്പം എത്രമേൽ ഗൗരവമാണത്. പത്താമത്തേത് മുബ്തദി, പുത്തനുവാദി. അവനെത്ര നിസ്കരിച്ചാലും കൊള്ളാം, അവനെത്ര നോമ്പ് പിടിച്ചാലും കൊള്ളാം, എത്ര ഹദീസ് പറഞ്ഞാലും കൊള്ളാം. ബിദ്അത്ത് നിൻ്റെ കൽബിലുണ്ടോ, അല്പെങ്കിലുണ്ടോ, നിൻ്റെ ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. ലോക മുസ്ലിം ഉമ്മത്തിനെ കാഫിറും മുശ്രിക്കും ആക്കിയിട്ട് അവൻ്റെ സുന്നത്തായ താടി, അത് സുന്നത്തായ താടിയല്ലടോ, അത് ജൂതൻ്റെ താടിയാണ്. സുന്നത്തായ താടി മുത്തുനബിയോട് പ്രണയം ഉള്ള, മുത്തുനബിയുടെ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ടുള്ള താടിയാണ്. മുബ്തദിഈൻ്റെ ഒരമലും അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 11ാമത്തേത് മുശ്രിക്ക്, ശിർക്ക് ചെയ്യുന്നവൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയേണ്ട കാര്യമില്ല, ഒരു മുസ്ലിം ശിർക്ക് ചെയ്യൂല ഇല്ലേ. പക്ഷേ ഈ ശിർക്കിനെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് പഠിക്കണം. വിഗ്രഹങ്ങളുണ്ട്, ബിംബങ്ങളുണ്ട്. ബിംബങ്ങളെ നമ്മളാരും ആരാധിക്കുന്നില്ല ഇല്ല. ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പല സംഗതികളും, അതിനാരും ഒരു മുസ്ലിം ആരാധിക്കില്ല. അപ്പോൾ പിന്നെ മുസ്ലിമിനോട് ശിർക്ക് ചെയ്യല്ലേ എന്ന് വീണ്ടും പറഞ്ഞ എന്തിനാ? നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വിഗ്രഹ ആരാധകരാണ്. ആ വിഗ്രഹങ്ങൾ എവിടെയാണ്? നമ്മുടെ കൽബിലാണ്. ഞാനെന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ട്. അതായത് ഞാനെന്ന ഭാവം, അവൻ അഹങ്കാരത്തെ ആരാധിക്കുന്നവൻ ഇല്ല, എന്നെ ആരാധിക്കുന്നവനാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? അസൂയ ഇല്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ കച്ചവടമാണെങ്കിൽ ഞാൻ കച്ചവടം എന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നവനാണ്. ഒരു സ്വതക്ക കൊടുക്കാൻ പറയുമ്പോൾ കെട്ടിപ്പൂട്ടി വെക്കാണ്, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്നാണ് പറയുന്നവനെങ്കിൽ നീ സമ്പത്തിനെ പൂജിക്കുന്നവനാണ്, ആരാധിക്കുന്നവനാണ്. നീ മുശ്രിക്കാണ്. നിൻ്റെ അമൽ അല്ലാഹ്ക്ക് വേണ്ട. ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. നിൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ആരാധിക്കേണ്ടത് അല്ലാഹനെ മാത്രം, കൽബിൽ അല്ലാഹ് മാത്രം ഇല്ലേ. എന്നോടൊരു ശൈഖ് പറഞ്ഞു, എടാ ഷാഫി, കെട്ടിയോളെ നീ അല്ലേ, പൊണ്ടാട്ടിയെ നീ പക്കത്തിലേ വൈ, അല്ലാഹ് ഉന്നുടെ കൽബിലേ വൈ. ഞാനവിടെ പോയിരുന്നപ്പോഴും എൻ്റെ കെട്ടിയോളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ മൂപ്പര് എന്നോട് ആ സദസ്സിൽ പറയാൻ, എടാ പൊണ്ടാട്ടിയെ പക്കത്തിലെ വേടാ എന്ന് വെച്ചാൽ പൊണ്ടാട്ടിയെ ഭാര്യയെ നീ ഇങ്ങനെ അടുത്ത് പിടിച്ചോ, കൽബിൻ്റെ അകത്ത് അല്ലാഹ് മാത്രം മതി. ഏത് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത വേണ്ട. ഹൽക്കയിൽ പോയിരുന്നിട്ട് ഞാൻ ചിന്തിച്ചത് വീട്ടിലെ കാര്യമാണെങ്കിൽ എന്നോട് മൂപ്പര് നേരിട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് പറയാൻ, പൊണ്ടാട്ടിയെ പക്കത്തിലെ വേടാ, കൽബിൽ അള്ളാഹിനെ വൈ. അല്ലാഹ് കൽബിൽ, ബാക്കിയൊക്കെ കൂടെ വേണം, കൽബിൽ അല്ലാഹ് മാത്രം. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ദുആന് പ്രത്യേകത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ദുആ അല്ലാഹു സ്വീകരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ അഹങ്കാരിയല്ല എന്നുള്ളത് അള്ളാഹിൻ്റെ മുമ്പിൽ തെളിയിക്കുക. അതെങ്ങനെയാണ്? അത് സ്വതക്ക ചെയ്യുക അല്ലേ. ഇന്നിപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്കൊക്കെ അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയതൊരു 313 രൂപ നൽകാൻ കഴിയുന്നവരെല്ലാവരും അല്ല കേട്ടോ, 1000 നൽകാൻ കഴിയുന്നവരങ്ങനെ വെള്ളിയാഴ്ച ദിവസമല്ലേ കഴിയുന്നവർ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് അത് ചെയ്യാൻ പറ്റുന്നില്ല, ചില സമയത്ത് പറ്റുന്നില്ലെങ്കിൽ നാളെ ചെയ്യുക, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്തു നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്ത് ചെയ്യുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ചെയ്താൽ അൽഹംദുലില്ലാഹ് വലിയൊരു ഹൈർ തന്നെയാണ്. ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാനല്ലേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന കൂടെ പഠിപ്പിച്ചു തരാം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ്, ധാരാളം ചൊല്ലുക. ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല, അല്ലാഹുവിനെ മദ്ഹ് ചെയ്യലാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീം. അല്ലാഹു ജീവിത വിഭവങ്ങൾ വർദ്ധിപ്പിച്ചു തരും, പാപമോചനം തരും. മനസ്സറിന് ചൊല്ലിയാൽ അല്ലാഹു ദീർഘായുസ് ഇട്ട് തരും, പെട്ടെന്ന് മരിക്കൂല എന്നാണ്.
അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം. ധാരാളം ചൊല്ലി. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് എഴുതാൻ പലരും എഴുതിയിട്ടുണ്ട്. അവിടുന്ന് ഇരുമ്പിനെ വളയ്ക്കാൻ കഴിയുന്ന നബിയായിരുന്നു. അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ പലരും എഴുതിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടത്തേക്ക് എത്ര മക്കളുണ്ടായിരുന്നു? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഈ ആഴ്ചയിലെ വിജയി ആരാണെന്നറിയണം. ഒന്ന് നോക്കിയേ മക്കളെ. മാഷാ അല്ലാഹ്. മുഹമ്മദ്, വെള്ളിയാഴ്ചയാണല്ലോ. പേരെന്താണ്? സയ്യിദ് മുഹമ്മദ് സിനാൻ തങ്ങൾ. അല്ലാഹ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വെള്ളിയാഴ്ച ദിവസം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിക്ക് തന്നെ സമ്മാനം കൊടുക്കാൻ പറ്റിയല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഈ താഴെ കാണുന്ന രണ്ടാമത്തെ നമ്പർ, ആദ്യത്തെ നമ്പറല്ല രണ്ടാമത്തെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്തതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സമ്മാനം വന്നെത്തുന്നതായിരിക്കും. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിന് വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. വെള്ളിയാഴ്ച ദിവസമാണ് നീ കബൂൽ ചെയ്യണേ അല്ലാ. പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന സദസ്സാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ എന്തെല്ലാമെന്ന് നിനക്കറിയാമല്ലോ പടച്ചോനെ. വീടില്ലാത്തവരുണ്ട്, നിർമ്മാണം തുടങ്ങിയവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഗർഭിണികളുണ്ട്, അതുപോലെ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, കച്ചവടം ബർക്കത്തിലായി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ല. അസുഖബാധിതർ ധാരാളമുണ്ട്, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ല. പ്രത്യേകിച്ച് നല്ല നെയ്യത്തിൽ പടച്ചോനെ നിന്നെ മാത്രം ആരാധിക്കുന്ന കൽബോടുകൂടെ ഹദിയ ചെയ്ത സ്വതക്ക ചെയ്ത ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, അയൽപക്കത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങളായ മുസ്ലിം ഉമ്മത്ത് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ല. മർഹമത്ത് നൽകണേ അല്ല. പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. പരിശുദ്ധ മക്കയിലും മദീനയിലും വന്ന് ഹജ്ജും ഉംറയും ചെയ്യാതെ ഞങ്ങൾ റൂഹ് പിടിക്കല്ലേ അല്ല. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ല. സ്വബാഹുൽ ഖൈർ ഏതെല്ലാം വീട്ടിൽ കാണുന്നുണ്ടോ ആ വീട്ടിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ല. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.